അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? AEP similar to ADB. Triangle AEP similar to triangle ADB. അപ്പം AEP എന്ന് പറയുമ്പോഴത്തേക്കും ഈ നീല കളർ, ഈ പച്ച കളർ കാണിക്കാൻ പോകുന്നത് ഇതും എന്താണ്? ADB എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഇല്ലേ? അപ്പൊ അതിനെ രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കാം. ഇത് AEP യും അതേപോലെ തന്നെ ഇത് ADB യുമാണ്. ഓൾറെഡി നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണെന്ന് അറിയാം. നമുക്ക് ആംഗിൾ ടു പ്രൂവ് എന്ന് എഴുതിയിട്ട് ടു പ്രൂവ് ട്രയാങ്കിൾ AEP സിമിലർ ടു ട്രയാങ്കിൾ ADB എന്ന് എഴുതിയിട്ട് ആംഗിൾ AEP ഈക്വൽ ടു ആംഗിൾ ADB ആണ് 90 ഡിഗ്രി റീസൺ. അതേപോലെ രണ്ടിനും ആംഗിൾ A കോമൺ ആണ്. കണ്ടോ, ഈ ആംഗിൾ A കോമൺ ആണ്. അപ്പം ആംഗിൾ PAE ഈക്വൽ ടു എന്താ? ആംഗിൾ DAB ആണ്. അതെന്താ? കോമൺ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ AEP സിമിലർ ടു ട്രയാങ്കിൾ ADB എന്ന് എഴുതാം. റീസൺ എന്താ? AA ക്രൈറ്റീരിയ ആണോ? ഓക്കെ. ഇനി അടുത്ത എന്താ? ഈ ട്രയാങ്കിളിന്റെ തന്നെ അടുത്ത എന്താ? PDC similar to BEC. Similar to BEC. ഓക്കെ. അപ്പൊ അത് തന്നെ ടു പ്രൂവ് എന്താണ്? ട്രയാങ്കിൾ PDC സിമിലർ ടു ട്രയാങ്കിൾ BEC ആണ്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? അവിടെ നമുക്ക് എന്താണ് സെപ്പറേറ്റ്, അതായത് PDC എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് PDC. ഇത് P, ഇത് D, ഇത് C, ഇത് 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ BEC എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് BEC. B, ഇത് 90 ഡിഗ്രിയാണ്. രണ്ടിനും C കോമൺ ആണ്. കണ്ടോ, ഇതിനും ഈ രണ്ട് ട്രയാങ്കിളും C കോമൺ ആണ്. പിന്നെ 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ നമുക്ക് ആംഗിൾ PDC ഈക്വൽ ടു ആംഗിൾ BEC ആണ്. അതെന്താ? 90 ഡിഗ്രി. അതേപോലെ ആംഗിൾ PCD ഈക്വൽ ടു ആംഗിൾ ECB. അതെത്ര? കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എന്താ എഴുതാം? ട്രയാങ്കിൾ PDC സിമിലർ ടു ട്രയാങ്കിൾ BEC എന്ന് എഴുതാം. എന്താ? AA ക്രൈറ്റീരിയ. ക്ലിയർ ആണോ? ഓക്കെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കുക. ഇത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കുക. പെട്ടെന്നായിട്ട് 8. ഇത് കിട്ടിയോ? എട്ടാമത്തെ എഴുതിക്കുക. എട്ടാമത്തെ ഫ്രെയിം ചെയ്ത് എട്ടാമത്തെ ചെയ്തോ.